Hello friends, welcome back to Technique Malayalam. In നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ ഐഫോൺ സീരീസ് ആയ ഐഫോൺ 15 Pro ആണ്. അപ്പോൾ എല്ലാ വർഷവും ഐഫോൺ ഇറങ്ങും 4 വേരിയൻ്റാണ് ഇറങ്ങാറ്. ഇത്തവണ 4 വേരിയൻ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഐഫോൺ 15, 15 പ്ലസ്, 15 Pro, 15 Pro Max. അപ്പോൾ നമ്മൾ കിട്ടിയിരിക്കുന്നത് 15 Pro ആണ്. ഞാൻ സാധാരണ പ്രോ വേരിയൻ്റാണ് മേടിക്കാറ്. കാരണം എന്താ വെച്ചാൽ പ്രോ മാക്സ് കുറച്ചധികം സൈസാണ് എനിക്ക് യൂസ് ചെയ്യുന്നതിൽ ഭയങ്കര സൈസായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രോ ആണ് എപ്പോഴും മേടിക്കാറ്. അപ്പോൾ കഴിഞ്ഞ വർഷം 14 Pro ആണ് എടുത്തത്, അതിന് മുമ്പ് 13 Pro. അപ്പോൾ ഇത്തവണ 14 Pro എന്ന് ഞാൻ 15 Proയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് വെച്ചാൽ ഇതിനകത്ത് ടൈറ്റാനിയം കേസ് അല്ലെങ്കിൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഫാക്ട് ടൈറ്റാനിയം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആൻഡ് റിജിഡ് ആണ്. അതിനൊപ്പം തന്നെ 3-4 കളേഴ്സിൻ്റെ എല്ലാ കളേഴ്സും എനിക്ക് കുറച്ചൊരു മങ്ങിയ മാതിരി കളേഴ്സാണ് തോന്നിയത്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലതായി എനിക്ക് തോന്നിയത് ബ്ലൂ ടൈറ്റാനിയമാണ്. ഒറിജിനൽ ടൈറ്റാനിയം ഉണ്ട്, അതേപോലെ തന്നെ സിൽവർ ഉണ്ട്. ബ്ലൂ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലൂ ടൈറ്റാനിയമാണ് എടുത്തത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. നമുക്ക് അൺബോക്സിംഗ് കാര്യമായൊന്നും ചെയ്യാനല്ലേ അറിയാം, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അൺബോക്സിംഗ് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇതാണ് ഐഫോൺ 15 Pro ബ്ലൂ ടൈറ്റാനിയം 256 വേരിയൻറ്റ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് ഐഫോൺ 15 Pro ബ്ലൂ ടൈറ്റാനിയം വേരിയൻറ്റ്. അപ്പോൾ ബോക്സിൽ കാര്യമായി ഒന്നും എഴുതിയിട്ടില്ല. സൈഡിൽ ഐഫോൺ എഴുതിയത് കാണാം, ബാക്കിലൂടെ ഐഫോൺ 15 Pro എഴുതി കാണാം, ആപ്പിൾ ഇൻ കാലിഫോർണിയ എഴുതി കാണാം. സാർ വാല്യൂ ഡീറ്റെയിൽസ് ഉണ്ട്, <1.6, അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ കളർ ഇവിടെ ബ്ലൂ ടൈറ്റാനിയം 256 GB എന്ന് എഴുതിയിട്ടുണ്ട്. അസംബിൾഡ് ഇൻ ചൈന. ഇത് ഇന്ത്യൻ വേരിയൻറ്റ് ആണെങ്കിൽ പോലും ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ അല്ല. മെയ്ഡ് ഇൻ ഇന്ത്യ ഐഫോൺ 15ഉം 15 പ്ലസും മാത്രമേ മെയ്ഡ് ഇൻ ഇന്ത്യ ഉള്ളൂ. പ്രോ വേരിയൻസ് എല്ലാം തന്നെ ഇമ്പോർട്ടഡ് ആണ്. അതുകൊണ്ടാണ് കുറച്ചുകൂടി വില കൂടുതൽ പ്രോ വേരിയൻറ്റിന്. അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ തന്നെ മേളിൽ നിൽക്കിയിട്ട് ഐഫോൺ 15 Pro ബ്ലൂ ടൈറ്റാനിയാണ്. അതുണ്ടല്ലേ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്തവണ സ്ലൈറ്റ് ഒരു കർവേച്ചർ കാണാം. ഇവിടെ കണ്ടോ, മറ്റേത് നമ്മൾ വളരെ ഷാർപ്പ് എഡ്ജസ് ആയിരുന്നു. ഇത് കുറച്ചും കൂടെ കയ്യിൽ യൂസ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഒരു മാറ്റ് ഫിനിഷാണ്, ബ്ലൂ കളറാണ്. പിന്നെ ഈ സൈഡും കുറച്ചും കൂടെ നല്ലൊരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാളും ഷാർപ്പർ എഡ്ജസിന് പകരം കുറച്ചും കൂടെ ഒരു സ്മൂത്തർ എഡ്ജാണ് കൊടുത്തിരിക്കുന്നത്. ആപ്പിളിൻ്റെ ബ്രാൻഡിങ് കാണാം. ഇവിടെ ഒരു ആക്ഷൻ ബട്ടൺ ഉണ്ട്, വോളിയം കീസ് കാണാം. ഇവിടെ പവർ ബട്ടൺ, മുകളിൽ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. താഴത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചേഞ്ച് USB Type-C പോർട്ട് വന്നു എന്നുള്ളതാണ്. പിന്നെ സ്പീക്കർ യൂണിറ്റ് കാണാം. അപ്പോൾ നമുക്കിതൊന്ന് പീൽ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഐഫോൺ 15 Pro. അപ്പോൾ നമുക്കിതൊന്ന് ബൂട്ട് ചെയ്യാം. അതിനൊപ്പം തന്നെ നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് വരുന്നത് ഒരു ചാർജിങ് കേബിളാണ്. ഇതുണ്ടല്ലേ, Type-C ചാർജിങ് കേബിളാണ്. Type-C to Type-C ചാർജിങ് കേബിളാണ്. ഇത് ആദ്യമായിട്ടാണ് ആപ്പിൾ Type-Cയിൽ ഫോൺ ചാർജിങ് കേബിൾ ഇറക്കുന്നത്. അപ്പോൾ ആപ്പിളിൻ്റെ 20 watt അഡാപ്റ്റർ ഉണ്ട്, അത് എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചാണ് നമുക്ക് ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് ചാർജ് ചെയ്യാം. ഇതുണ്ടല്ലേ, ബാക്കി സിം ഇജക്റ്റ് പിന്നാണ്. പിന്നെ ഒരു ഐഫോണിൻ്റെ സ്റ്റിക്കറും ഉണ്ട്. പിന്നെ മാനുവൽ ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. സെറ്റപ്പ് പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കാര്യമായൊന്നുമില്ല. നമ്മൾ കൺട്രിയും ഇതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക എന്നല്ലാണ്ട് ഇതിൽ വേറെ കാര്യം. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു ഐഫോൺ യൂസർ ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പുതിയൊരു ഐഫോണിലേക്ക് ഡേറ്റ കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. കാരണം അത് അത്രയും സീംലെസ് പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അപ്പിയറൻസ് ഒക്കെ ഒന്ന് സെലക്ട് ചെയ്യാം. കണ്ടിന്യൂ ഡീഫോൾട്ട് അപ്പിയറൻസ്. സെറ്റപ്പ് വിത്തൗട്ട് എ ഡിവൈസ് നമുക്ക് തൽക്കാലം കൊടുക്കാം. നമുക്ക് ഇതൊന്ന് ഇൻ്റർനെറ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ബ്ലൂ ടൈറ്റാനിയത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലേ, ടൈറ്റാനിയം ബോഡിയാണ് വരുന്നുണ്ട്. ബാക്കിൽ ഗ്ലാസ് ആണ്. ഇതാണ് ടൈറ്റാനിയം ബോഡി. ഈ ടൈറ്റാനിയം ബോഡീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടെ ഒരു സ്മൂത്തർ ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇതുണ്ടല്ലേ, ആ ബ്രഷ്ഡ് ഫിനിഷ് ഉണ്ടാവും, അതാണ് ആ ഫിനിഷ്. പിന്നെ ഈ എഡ്ജസ് എല്ലാം തന്നെ കേർവ്ഡ് ആണ്, കുറച്ചുകൂടെ കേർവ്ഡ് ആണ്. അപ്പോൾ അത് നല്ല ഒരു ആസ്പെക്റ്റാണ്. ഇതുണ്ടല്ലേ, നമ്മൾ ഇതൊക്കെ ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഇൻഹാൻഡ് ഫീൽ വളരെ നല്ലതായിട്ട് തോന്നി. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ തവണ നമുക്ക് കുറച്ചൊരു എന്താ പറയുക, ഹാർഷായി തോന്നി ഈ എഡ്ജസ് എല്ലാം. ഇത്തവണ അത് കുറച്ചുകൂടെ സ്മൂത്താണ്. അപ്പോൾ ഇൻഹാൻഡ് ഫീൽ ഡെഫിനറ്റ്ലി നല്ലതാണ്. അപ്പോൾ നമ്മൾ ഫോൺ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഐഫോൺ 15 Pro. അപ്പോൾ ഇതിനകത്ത് സോഫ്റ്റ്വെയർ iOS 17 ആണ്. നമുക്കറിയാം iOS 17 ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് വരുന്നത്. നമുക്ക് സെറ്റിങ്സ് ഒന്ന് പോകാം. അതുണ്ടല്ലേ, ഞാൻ സെറ്റപ്പ് ചെയ്തിട്ട് ബേസിക് സെറ്റിങ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് പോയി കഴിഞ്ഞാൽ ട്രൂ ടോൺ നമുക്കൊന്ന് ഓഫ് ചെയ്യാം. എനിക്ക് പൊതുവേ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ട്രൂ ടോൺ. അപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് തീം ഉണ്ട്, ഓട്ടോമാറ്റിക്
ഓട്ടോമാറ്റിക് സ്വിച്ചിങ് ഉണ്ട്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഐഫോണിൻ്റെ ജനറൽ ഡീറ്റെയിൽസ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, iOS 17 കണ്ടില്ല, iOS 17 ആണ്. iPhone 15 Pro ഇതിനകത്ത് 256 GB ആണ് ഞാൻ എടുത്തത്, 128 ഉണ്ട്. പ്രോ മാക്സിന് സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് 256 ആണ്. ഇതിനകത്ത് പക്ഷേ കുറച്ച് കുറവാണ്, 128 വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് പറയുന്നത്. പിന്നെ നമുക്ക് UI എന്തില്ല വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിനകത്ത് കാര്യമായ ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ ഈ ആക്ഷൻ ബട്ടനാണ് ഒരു പുതിയ ചേഞ്ച്. നമുക്കിത് കോൺഫിഗർ ചെയ്യാം. ഡബിൾ ക്ലിക്ക് ഉണ്ടല്ലേ, ഹോൾഡ് ഫോർ സൈലൻറ്റ്. നമുക്ക് പ്രസൻ ഹോൾഡ് ചെയ്ത സൈലൻറ്റ് മോഡായി, പ്രസൻ ഹോൾഡ് ചെയ്താൽ വീണ്ടും തന്നെ റിങ് വരും. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ആണ്. അപ്പോൾ കാര്യമായുള്ള ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ക്യാമറയിലുണ്ട്. അപ്പോൾ നമുക്ക് ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയാം. പക്ഷേ സോഫ്റ്റ്വെയറിൽ എന്താ പറയുക, നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി. iOSൻ്റെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, അതൊരു വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. ഇതിനകത്ത് പ്രോ മോഷൻ ഡിസ്പ്ലേ ആണ്, അതായത് നല്ല ഹയർ റിഫ്രഷ് റേറ്റ് 120 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ്. പിന്നെ ഇവിടെ നമുക്ക് നോച്ച് കണ്ടില്ലേ, ഇത് ഡൈനാമിക് ആയാലും എന്നാണ് ആപ്പിൾ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേൻ്റെ ബെസൽസും കുറച്ചുണ്ട് രണ്ടിലെ. ഇതിൻ്റെ ഐഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിസ്പ്ലേ ബെസൽസ് എല്ലാ സൈഡിലും സെയിം ആണെന്നുള്ളത് കണ്ടില്ലേ, എല്ലാ സൈഡിലും സെയിം ആണ്. അത് മാത്രമല്ല ഇത്തവണ ബെസൽസ് കുറച്ച് കുറവാണ് കഴിഞ്ഞ വർഷത്തേക്കാളും. അത് വലിയൊരു ഡിഫറൻസ് ഒന്നും ഇല്ല നമുക്ക് പേഴ്സണലി തോന്നില്ലെങ്കിലും അത് ടെക്നിക്കലി അത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സ്പീക്കർ യൂണിറ്റ് ഉണ്ട്, ഇയർ പീസും കാണാം. പിന്നെ ഓവറോൾ എനിക്ക് ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നല്ലതായിട്ട് തോന്നി. വളരെ ഷാർപ്പ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്. ആപ്പിളിൻ്റെ ഡിസ്പ്ലേ നമുക്കറിയാലോ, റെറ്റിന ഡിസ്പ്ലേ അടിപൊളി എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊന്നും തന്നെ ഒരു കോംപ്രമൈസ് ഇല്ല. ഇത്തവണ എനിക്ക് ബിൽഡ് ക്വാളിറ്റി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. കാരണം ഇൻ ഹാൻഡ് ഫീല് കഴിഞ്ഞ വർഷമൊക്കെ ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു എഡ്ജ് നമുക്ക് ഭയങ്കര ഒരു റഫായിട്ട് തോന്നും. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറയാം. കാരണം വെയിറ്റിലും ചെറിയ ഒരു അപ്ഗ്രേഡ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതല്ലേ, കഴിഞ്ഞ വർഷത്തെ പേർപ്പിളാണ്, ഇത് ഇത്തവണത്തേതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കാണിച്ചു തരാം. അപ്പോൾ എഡ്ജസ് കാണുമ്പോൾ തന്നെ ഇടില്ലേ, വളരെ ഷാർപ്പ് എഡ്ജാണ്. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ കേർവ്ഡ് എഡ്ജാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഡെഫിനറ്റ്ലി കാണാൻ സാധിക്കും. ഇടില്ലേ, തിക്നെസ്സിലൊന്നും വലിയ ഡിഫറൻസ് വന്നിട്ടില്ല, എങ്കിലും വെയിറ്റ് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും നല്ല കുറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് iPhone 14 Pro ആണ് ഞാൻ യൂസ് ചെയ്യുന്ന, iPhone 14 Pro ആണ്, ഇത് 15 Pro. അപ്പോൾ ആ ഡിഫറൻസ് നമുക്ക് കാണാം. ഈ എഡ്ജസ് ഒക്കെ ഉണ്ടോ, വളരെ ഷാർപ്പാണ്. ഇവിടെ നമുക്ക് എഡ്ജസ് എല്ലാം തന്നെ. അപ്പോൾ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അതൊരു നല്ല ആസ്പെക്റ്റാണ്. പിന്നെ ലൈറ്റ് വെയിറ്റും ആയിട്ടുണ്ട്. എന്താ പറയുക, അപ്പോൾ ഇതാണ് iPhone 15. നമുക്ക് ക്യാമറ നോക്കാം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. നമുക്കറിയാമല്ലോ ക്യാമറ 48 MP ക്യാമറയാണ്. പിന്നെ ഒരു അൾട്രാ വൈഡും ഉണ്ട്, ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. ടെലിഫോട്ടോ ലെൻസ് ഇത്തവണ നമുക്ക് പ്രോയിലും പ്രോ മാക്സിലും ഡിഫറൻസ് ഉണ്ട്. പ്രോ മാക്സിൽ 5x ഓപ്റ്റിക്കൽ സൂം ഉണ്ട്, ഇതിനകത്ത് അതില്ല എന്നുള്ളതാണ്. ആ ഒരു ഡിഫറൻസ് ഈ രണ്ട് മോഡലിലും ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ 2x 3x ഉണ്ട്. പിന്നെ 5x ആണ് മറ്റേ ഐഫോൺ പ്രോ മാക്സിലുള്ളത്. ഇവിടെ നമുക്ക് 5x ഇല്ല, നമുക്ക് സൂം ചെയ്തെടുക്കാം, പക്ഷേ അത് വേറെ. ഇതിനകത്ത് ടെലിഫോട്ടോ അതിനകത്തിൽ അത് 24mm അങ്ങനെ ഡിഫറെൻറ്റ് ഫോക്കൽ ലെങ്ത് ആണ്. പിന്നെ മാക്രോ മോഡ് ഉണ്ട്, അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട്, വീഡിയോ റെക്കോർഡിംഗ് നമുക്കറിയാം, ഫുൾ HD 4K 60 FPS ഒക്കെ സപ്പോർട്ടാണ്. ഐഫോണിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത്രയും കിടിലം എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം iPhone 15 Pro എന്ന് ഞാൻ എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അൺബോക്സ് ചെയ്തതിന് ശേഷം ആദ്യത്തെ കുറച്ച് ക്യാമറ സാമ്പിൾസ് ഞാൻ ഡെഫിനറ്റ്ലി ടെസ്റ്റ് ചെയ്തിട്ട് പറയാം എത്രത്തോളം നല്ലതാണെന്നുള്ളത്. ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അതിലൊരു സംശയമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു iPhone 15 Proൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് ഡീറ്റെയിൽഡായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെ ബാറ്ററിയും ചാർജിങ്ങിലും കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ബാറ്ററി ഇൻഫാക്ട് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ആപ്പിളിൻ്റെ കണക്ക് പ്രകാരം, സെയിം ടൈമിംഗ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ പ്രോസസ്സർ മാറിയിട്ട് ആപ്പിളിൻ്റെ A17 ബയോണിക് ചിപ്പാണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് എനിക്കൊന്ന് 6 GB റാമാണ് വരുന്നത്. ഇത് 256 GB സ്റ്റോറേജ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 120, 256, 1 TB. ഇൻഫാക്ട് 1 TB 512 ഉണ്ട്. 4 വേരിയൻ്റാണ് പ്രോയിൽ വരുന്നത്. പ്രോ മാക്സിൽ സ്റ്റാർട്ട് ചെയ്യണ തന്നെ 256 GB സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ 5G സപ്പോർട്ട് ഉണ്ട്, അതിൻ്റെ കാര്യമൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ എല്ലാം തന്നെ ആപ്പിൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. പിന്നെ ഇതിനകത്ത് ഇന്ത്യൻ സാറ്റലൈറ്റ് ആയ നാവിക് കൂടെ ഇൻക്ലൂഡഡ് ആണെന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റും ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ ബേസ്ഡ് സാറ്റലൈറ്റ് സപ്പോർട്ട് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ പ്രോ മാക്സ് ഇമ്പോർട്ടഡ് ആണെങ്കിലും iPhone 15ഉം 15 Plusഉം ഇന്ത്യൻ മെയ്ഡാണ് ഇത്തവണ സെയിൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ പ്രൈസ് റൈസ് വന്നിട്ടില്ല, പ്രോയിനും പ്രോ മാക്സിനാണ് പ്രൈസ് റൈസ് വന്നിട്ടില്ല ആക്ച്വലി. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് പറയുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ ബാറ്ററി എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി കഴിഞ്ഞ വർഷത്തെ 14 അത്രയ്ക്ക് മികച്ചതായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ
പക്ഷേ ഇത്തവണ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവേണ്ടതാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്ട് പറയാൻ പറ്റില്ല. പിന്നെ ചാർജിങ് സപ്പോർട്ട് നമുക്ക് ആകെ 20 വാട്ടേ ഉള്ളൂ. ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഇത്തവണയും ആപ്പിൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് തന്നെ നമുക്ക് പറയാം. കാരണം എല്ലാ ഫോൺസും ഇപ്പോൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഐഫോൺ ഇപ്പോഴും തന്നെ 20 വാട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചാർജിങ് ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യാം. ചാർജിങ് ടെസ്റ്റ് എത്ര ടൈം എടുക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഐഫോൺ 15 പ്രോ ബ്ലൂ ടൈറ്റാനിയം എന്ന് പറയുന്ന വേരിയൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ പെട്ടെന്ന് ചെയ്ത കാരണം ചിലപ്പോൾ എനിക്ക് ഒന്ന് കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എനിക്കൊരു ഡൗട്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽഡായി ബാക്കിയുള്ള വീഡിയോസ് റിവ്യൂവും അതേപോലെ ക്യാമറ റിവ്യൂ എല്ലാം തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.